ഹലോ നല്ല നമസ്കാരം. ബോർഡർ 2 ഇന്ത്യൻ വീരഗാഥയുടെ രണ്ടാം വരവ്. 1997 ഇന്ത്യൻ സിനിമയിലെ വിപ്ലവം സൃഷ്ടിച്ച ബോർഡർ എന്ന ക്ലാസിക് ചിത്രത്തിൻ്റെ 28 വർഷങ്ങൾക്ക് ശേഷമുള്ള ഔദ്യോഗിക തുടർച്ചയാണ് ബോർഡർ 2. സംവിധായകൻ അനുരാഗ് സിംഗ്. ഈ ചിത്രം 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ വിവിധ പോരാട്ട വീര്യങ്ങളെയാണ് ഈ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേവലം കരസേനയുടെ പോരാട്ടം മാത്രമല്ല. ഇത്തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് സംയുക്തമായിട്ടുള്ള നീക്കങ്ങളെയാണ് സിനിമ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളും അവരുടെ ഭംഗിയും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതങ്ങളും അതോടൊപ്പം തന്നെ പട്ടാളക്കാരുടെ ജീവിതങ്ങൾ. ഒരു പട്ടാളക്കാരൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടുകാരനുഭവിക്കുന്ന വ്യഥ, അല്ലെങ്കിൽ പട്ടാളക്കാരൻ വീട്ടുകാരെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെൻഷൻ ചെയ്യുന്ന ആ ഒരു വികാരം, അങ്ങനെയുള്ള എല്ലാ എലമെൻറ്റുകളും ഈ സാധനത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സൈനികർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീര്യവും അവരുടെ യുദ്ധം കാരണം ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളും ഈ സിനിമയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഭിനയങ്ങളുടെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ സണ്ണി ഡിയോൾ, മേജർ കുൽദീപ് സിംഗ് ചൗത്പൂരി, അദ്ദേഹമാണ് ഈ സിനിമയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ എന്ന് പറയുന്നത്. 70 വയസ്സോളമായി, എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക, ഞാനത് നെഗറ്റീവിൽ പറയണോ എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അലർച്ചയുടെ എന്താ പറയുക, വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന അലർച്ച. എനിക്ക് ചിലയിടത്തൊക്കെ എനിക്ക് നല്ല ബോറായിട്ട് തോന്നി. ഫോൺ ചെയ്യുമ്പോൾ പോലും അദ്ദേഹം അലറി വിളിക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ വളരെ എന്താ പറയുക, ഒരു 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 തുടക്കത്തിലൊക്കെ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു 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 എന്താ ക്രിഞ്ചല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ അലർച്ച. പക്ഷേ അദ്ദേഹത്തിൻ്റെ എനർജിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് വരുൺ ധവാൻ, മേജർ ഹോഷിത് സിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ ട്രോളിയ ആൾക്കാർ. പക്ഷേ അദ്ദേഹം സിനിമയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കിടിലം പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പോൾ ദിൽജിത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇമോഷൻസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോമഡിയൊക്കെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഹാൻ ഷെട്ടി, എനിക്ക് തോന്നുന്നത് സുനിൽ ഷെട്ടിയുടെ മാനം കളയാൻ വേണ്ടി പിറന്ന ഒരു പയ്യനായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ശരിക്കും ഓവർ ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിന് പറ്റിയ ഒരു സാധനമൊന്നും അല്ല ഇതൊന്നും. പിന്നെ ബോഡിയും ഒരു സൈനികന് പറ്റിയ ഒരു ഇതായിട്ടും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷൻസിന് ഈ സിനിമയുടെ ഇതിനെ അങ്ങ് എൻഹാൻസ് ചെയ്യുന്നത് പാട്ടാണ്. ആ മിറ്റി കി ബീറ്റ എന്ന് പറയുന്ന ആ പാട്ടിൽ ഒരു പ്രത്യേക ഫീല്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ ഒരു നൊസ്റ്റു അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ചന്ദേഹ ആത്തേഹ എന്ന് പറയുന്ന ആ പാട്ട്, ഒരു രോമങ്ങളൊക്കെ എഴുന്നേറ്റ് അങ്ങ് നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഒരുപാട് പോരായ്മകളുണ്ടെങ്കിൽ പോലും ആ ഒരു സാധനം, അവസാനത്തെ ഒരു 20 മിനിറ്റുള്ള കുറേ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കയറ്റിത്തരാൻ വേണ്ടി പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ സിനിമ ഏതു തരത്തിലുള്ള സിനിമയാണ്. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഫീല്, പാട്ടിന് കൊടുക്കുന്ന പ്രാധാന്യം, ആ പാട്ട് ആ സിനിമയ്ക്കുണ്ടാക്കുന്ന ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അനുമലിക്കും പിന്നെ വേറെ ആരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സൂപ്പർ
കിടിലം കിടിലം എന്ന് വെച്ചാൽ കിടിലം. പിന്നെ ഈ പാട്ട് യുദ്ധത്തേക്കാൾ ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ മനുഷ്യവികാരങ്ങളെ എന്ത് പറയുക, അതിന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു ഇമോഷൻസ്, അതായത് ബ്രെയിനിനകത്ത് നമുക്കൊരു സങ്കടമാണോ ദേശസ്നേഹമാണോ അല്ലെങ്കിൽ എന്താ പാകിസ്ഥാനുകളുടെ പിന്നെ വൈരാഗ്യമാണോ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളെ തലച്ചോറിലിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാട്ടിന് കഴിയും എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഇതിൻ്റെ വി എഫ് എക്സ് എന്താ പറയുക, അത് അത്ര ഗംഭീരമാണ് എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആ യുദ്ധരംഗങ്ങളിൽ പ്രത്യേകിച്ച് പിന്നെ ഈ യുദ്ധത്തെ നല്ല വലിയ രീതിയിലൊക്കെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വി എഫ് എക്സ് ആ വിമാനത്തിൽ പോകുന്ന പല സാധനങ്ങളും വളരെ മോശമെന്ന് പറയാം. കാരണം 90s ഇറങ്ങിയിട്ടുള്ള ആ സിനിമയിൽ ഇത്രയും ടെക്നോളജി ഡെവലപ്പ് അല്ലാത്ത കാലത്ത് പോലും കിടിലമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അത് കിടിലമായിട്ട് കാണിച്ചിരിക്കുമ്പോൾ ഇതിൽ വന്നിട്ട് വി എഫ് എക്സ് വെറും കച്ചട എന്നാണ് എനിക്ക് തോന്നിയത്. സ്പെഷ്യലി യുദ്ധരംഗങ്ങളിലെ ഫ്ലൈറ്റിനകത്ത സാധനങ്ങൾ, കുറേ സാധനങ്ങൾ വച്ചിട്ടുണ്ട്. അത് നേരെ ആ ഗ്രീൻ മാറ്റെങ്കിലും ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലയിടത്തും. എന്നിട്ട് അവിടെ എന്തിനാന്ന് പറയുമ്പോൾ അത് കഴിയാത്തത് കൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കയറ്റി അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക, ബ്ലാക്ക് അത് തന്നെ കറക്റ്റ് അതാണ്. ആ സാധനം വച്ചിട്ടാണ് വി എഫ് എക്സിനെ പിന്നെ ഒന്നും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറേ ഡയലോഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കുറേ ഡയലോഗുകളുണ്ടല്ലോ. അതായത് ആരാധിക്കുന്ന ശ്രീരാമനെ ആണെങ്കിലും സ്വഭാവം പരശുരാമൻ്റെയാണ് എന്നുള്ള ചില സാധനങ്ങൾ. അതോടൊപ്പം തന്നെ ശത്രുക്കൾ മുകളിൽ നോക്കുമ്പോൾ ദൈവത്തെയല്ല കാണുന്നത്, സിഖുകാരെയാണ് കാണുന്നത്. മര്യാദയ്ക്ക് നിന്നോ, ഇല്ലെങ്കിൽ നീയും ഉണ്ടാവില്ല, ഈ അതിർത്തിയും ഉണ്ടാവില്ല, ഇതാ നോക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ സാധനമൊക്കെ എനിക്ക് വർക്കായി. പിന്നെ അങ്ങോട്ടുള്ള പല ഡയലോഗും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ചില സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു എന്താ നാഷണൽ ദേശസ്നേഹം, സണ്ണി ഡിയോളിൻ്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ക്ലൈമാക്സ്, പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഫീല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ഹിന്ദിക്കാരന്മാർക്ക് എന്താണ് ഇപ്പോൾ ഈ സിനിമ 3 മണിക്കൂർ, ഈ സിനിമ എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ 20 മിനിറ്റോളം ഉണ്ട്. ഞാൻ 3.5 മണിക്കൂറോളം തിയേറ്ററിൽ സ്പെൻഡ് ചെയ്തു, ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ 3.5 മണിക്കൂർ. ഇപ്പോൾ ദുരന്തറ തന്നെ 3 മണിക്കൂറിന് കൂടുതലുണ്ട്. ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ എല്ലാ സിനിമയും ഭയങ്കര ദൈർഘ്യം ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. എന്നാൽ എടുത്ത സിനിമയ്ക്ക് അത്രയും സാധനം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതിലെന്ന് പറയുന്നത് പിന്നെ സണ്ണിയെ കാണിക്കുന്നത് തന്നെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ടും സിനിമയ്ക്ക് അവരെ ബാക്കിയുള്ള ആൾക്കാരെ പിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ദൈർഘ്യം കൂട്ടിയിട്ട്, സിനിമയുടെ ഭയങ്കര ദൈർഘ്യം. അത് തുടക്കത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമാണ്. ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ് അല്പമെങ്കിലും സിനിമയത്തൂടി എങ്കിലും ഫാസ്റ്റായിട്ട് പോകുന്നത്. ആ 1.5 മണിക്കൂറോളം വെറും വേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിൽ തിരികെ കയറ്റി, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ദേശസ്നേഹത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടി നോക്കുന്ന കുറേ ഊളകളുണ്ട്. സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ബോർഡർ 2 വെറുമൊരു മാസ സിനിമയില്ല, മറിച്ച് ഇന്ത്യൻ സൈനികർ നൽകുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ സൈനികരോട് തോന്നുന്ന ഒരു ആദരവ്, ഒരു ഇമോഷൻസ്, അതൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഈ സിനിമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ യുദ്ധരംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വികാരം, സൈനികർ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ദൈർഘ്യം കൂടുതലാണ് എങ്കിൽ പോലും
നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഈ സിനിമ ഒരു വട്ടം കാണാം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു 3.5 5-ൽ അത്ര മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ബോർഡർ 2 എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു.